മഴതോരും മുമ്പയുടെ നാളത്തെ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് നമ്മൾ എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് വൈജയന്തിക്ക് ആക്സിഡന്റ് പറ്റുന്ന ആ ഒരു സീനാണ്. അത് കഴിഞ്ഞിട്ട് നല്ല അടിപൊളി സീനുകളാണ് കേട്ടോ വരുന്നത്. അതിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കണേ. വൈജയ്ക്ക് ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം എല്ലാവരെയും വിളിച്ചിട്ട് അറിയിക്കുന്നത് ഗോവർദ്ധനനാണ്. ആദ്യം നമ്മുടെ ബാലേന്ദ്രനെ തന്നെയാണ് വിളിച്ചിട്ട് കാര്യം പറയുന്നത്. ബാലേന്ദ്രന് വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല. കാരണം അരമണിക്കൂർ മുമ്പ് ബാലേന്ദ്രനുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് താഴേക്ക് പോയതല്ലേ ഉള്ളൂ. ആ സമയത്ത് ഒരിക്കലും വണ്ടി എടുത്ത് പോകുന്നുള്ള കാര്യം ബാലേന്ദ്രനും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. അങ്ങനെ ആക്സിഡന്റ് പറ്റിയെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനോട് കൂടിയിട്ടാണ് ബാലേന്ദ്രന് സ്റ്റെപ്പ് പോലും കറക്റ്റ് ഇങ്ങനെ ഇറങ്ങാൻ വേണ്ടി പറ്റാത്ത രീതിയിലൊക്കെയാണ് ആള് താഴേക്ക് ഇറങ്ങി വരുന്നത്. ഗോവർദ്ധനൻ അപ്പോഴേക്കും ശിവനെയും അതുപോലെ തന്നെ രാജീവനെയും വിളിച്ചിട്ടൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ബാലേന്ദ്രനാണെന്നുണ്ടെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് അലീനയുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞിട്ടാ പോകുന്നത്. മക്കളെ ആരെയും ഇപ്പൊ വിവരം അറിയിക്കേണ്ട, അവരൊക്കെ ഉറങ്ങിക്കോട്ടെ, രാവിലെ ആവട്ടെ എന്നതിന് ശേഷം നമുക്ക് ആലോചിച്ചിട്ട് എന്താന്ന് വെച്ചാൽ ചെയ്യാം, നിന്നെ ഞാൻ ഏൽപ്പിച്ചിട്ടാ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് ബാലേന്ദ്രൻ ഇറങ്ങുന്നത്. അമ്മയ്ക്ക് ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം കേട്ട ഉടനെ തന്നെ നമ്മുടെ അലീനയും ആകെ മൊത്തത്തിൽ തകർന്നു പോവാണ്. കുറെ നേരം കരഞ്ഞതിന് ശേഷം ബ്രിജിതാമ്മയുടെ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിന് വേണ്ടിയിട്ടാണോ തന്നെ ഇങ്ങോട്ടേക്ക് അയച്ചത്? ഇപ്പോ ഒരു കുടുംബം തകർന്നു, ബന്ധുക്കൾ തമ്മിൽ അകന്നു, വീട്ടിലുള്ള ആൾക്കാരുടെ മനസ്സമാധാനം പോയി, ഇതിനെല്ലാം കാരണം താനാണല്ലോ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ടുകൊണ്ടാണ് ബ്രിജിതമ്മയ്ക്ക് മുമ്പിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അലീനെ. ഇനിയിപ്പോ അവൾ എന്താണ് ചെയ്യേണ്ടത്, താൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു അടയാളം തരുമെന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോയിക്കോളാം, എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോളാം, അതൊന്നും ഒരു പ്രശ്നമല്ല, പക്ഷെ ഒരിക്കലും ഈ കുടുംബം തകരരുത് എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ അലീനയുടെ മനസ്സിലുള്ളൂ. താൻ കാരണം അമ്മയ്ക്ക് ഇങ്ങനെയും കൂടി സംഭവിച്ചല്ലോ, അതൊന്നും ഒരിക്കലും അലീനയ്ക്ക് സഹിക്കാൻ വേണ്ടി പറ്റാത്ത കാര്യമായതുകൊണ്ട് അലീന ഇങ്ങനെ നിന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണേ. അതേസമയം ഹോസ്പിറ്റലിൽ ഓരോരുത്തരായിട്ട് വിവരങ്ങൾ അറിഞ്ഞിട്ട് എത്തി തുടങ്ങുന്നുണ്ട്. ബാലേന്ദ്രനാണ് കേട്ടോ ആദ്യം അങ്ങോട്ടേക്ക് എത്തുന്നത്. ബാലേന്ദ്രൻ ഗോവർദ്ധനുമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ സമയത്ത് ഡോക്ടർമാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ആളെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പറ്റുമെന്ന് പോലും അറിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് ഗോവർദ്ധനൻ നമ്മുടെ ബാലേന്ദ്രൻ്റെ അടുത്ത് പറയുന്നുണ്ടെങ്കിലും, പക്ഷെ ബാലേന്ദ്രൻ പറയുന്നത് അങ്ങനെയൊന്നും അവൾക്ക് അങ്ങനെ രക്ഷപ്പെട്ടു പോകാനൊന്നും പറ്റത്തില്ല. അവൾ ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനും അതുപോലെ തന്നെ അനുഭവിക്കാനുണ്ട്. കാരണം താൻ ചെയ്ത തെറ്റിന്റെ ഇതാണല്ലോ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് സത്യം അറിയാതെ ഒരിക്കലും വൈജയ്ക്ക് ഈ ലോകം വിട്ടു പോകാൻ വേണ്ടി പറ്റില്ല എന്നാണ് ബാലേന്ദ്രന്റെ വിശ്വാസം. ഇത്രയും വലിയൊരു കള്ളത്തരം മറച്ചു വെച്ചിട്ട് ജീവിച്ചിട്ടും ഒരിക്കലും ബാലേന്ദ്രന്റെ ഒരു വില കൊടുത്തിട്ടില്ലല്ലോ നമ്മുടെ വൈജ. ഇപ്പോഴും ബാലേന്ദ്രൻ വൈജയെ രക്ഷിക്കുകയാണല്ലോ ചെയ്തിരിക്കുന്നത്. തന്റെ മേല് കുറ്റങ്ങളെല്ലാം പഴിയെല്ലാം ചേർത്തിയിട്ട് അവൾക്കൊന്നും സംഭവിക്കരുത്, അല്ലെങ്കിൽ അതിന്റെ പേരിൽ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യരുതെന്ന് വിചാരിച്ചിട്ടാണ് ബാലേന്ദ്രൻ സ്വന്തം മകളാണ് അലീന എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. പക്ഷെ ആ സത്യങ്ങളൊക്കെ വൈജ ഒരു ദിവസം തിരിച്ചറിയണമല്ലോ. സ്വന്തം ഭർത്താവ് അപ്പോഴും തന്നെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നുള്ള സത്യം അത് തിരിച്ചറിയാതൊന്നും ഒരിക്കലും വൈജയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ ലോകം വിട്ട് എന്ന് തന്നെയാണ് ബാലേന്ദ്രൻ ഉറച്ചു വിശ്വസിക്കുന്നത്. പക്ഷെ സാറേ, ഡോക്ടർമാർ പറയുന്നത് അവർക്ക് ഒട്ടും പ്രതീക്ഷയില്ല എന്നാണ്. വീണ്ടും ഗോവർദ്ധനൻ പറയുന്ന സമയത്ത് തന്നെ പൊട്ടനാക്കിയിട്ട് അവൾക്ക് കടന്നു കളയാനോ? ഇല്ല, അതൊരിക്കലും സംഭവിക്കില്ല, അതിന് താൻ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് പറയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മനുവും അതുപോലെ തന്നെ അവിടെ എത്തുന്നുണ്ട്. നേരെ ശിവന്റെയും അതുപോലെ തന്നെ രാജീവിന്റെ അരികിലേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ബാലേന്ദ്രന്റെ പക്ഷത്ത് നിൽക്കുന്ന ആളാണല്ലോ മനു. അതുകൊണ്ട് ബാലേന്ദ്രൻ ഒറ്റൊരുത്തം കാരണമാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായത്. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അവനുണ്ടായ കുഞ്ഞിനെ വേലക്കാരിയാണെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ കയറ്റി, അത് കഴിഞ്ഞ് പിന്നെ മകളാക്കി. ഇപ്പോഴാണ് അവൻ എല്ലാവരുടെ അടുത്തും ശരിക്കും അവന്റെ മകളാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് അവൻ അത്ര നല്ല മാന്യനൊന്നുമല്ല, അവൻ കാരണമാണ് വൈജിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ശിവനും അതുപോലെ രാജീവനും. എത്രയാണെന്നുണ്ടെങ്കിലും സത്യം അറിയാവുന്ന മനുവിന് അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരുമല്ലോ. പക്ഷെ അത് പറഞ്ഞില്ലെങ്കിലും മനു കുറച്ചെങ്കിലും തിരിച്ച് പറയണല്ലോ. അങ്ങനെ അത്ര വെടിപ്പായിട്ടുള്ള ആളൊന്നുമല്ല. ആന്റിയുടെയും ഫ്ലാഷ് ബാക്ക് എന്നുള്ള കാര്യം തനിക്ക് അറിയാവുന്ന മട്ടിൽ മനു സംസാരിക്കുന്നുണ്ടേ. അങ്ങനെ എല്ലാത്തിനും അങ്കിളിനെ മാത്രം നിങ്ങളെ കുറ്റം പറഞ്ഞിട്ട് ആന്റിയുടെ ഫ്ലാഷ് ബാക്കും അത്ര വെടിപ്പായിട്ടുള്ള കാര്യമൊന്നും അല്ലല്ലോ. ആന്റിക്കും നല്ലൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക എന്ന മട്ടിലൊക്കെ ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മനു. ബാലേന്ദ്രൻ അന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവേട്ടൻ്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആഗ്രയിൽ വെച്ചിട്ട് നമ്മുടെ വൈജയന്തിയുടെ ചില കഥകളൊക്കെ തന്റെ കഥകൾ ഉണ്ടാക്കി പറഞ്ഞതാണെങ്കിലും വൈജയുടെ കഥകളൊക്കെ സത്യമാണല്ലോ. അതാ പൊട്ടന്മാർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ബാലേന്ദ്രൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മനുവിന്റെ ഈ സംസാരം കൂടി കേൾക്കുമ്പോൾ ശിവേട്ടനാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണേ.
അതിനെക്കുറിച്ച് രാജീവിന്റെ അടുത്ത് പറയുന്നുണ്ട്. മനു ബാലേന്ദ്രന്റെ അരികിലേക്ക് പോകുന്ന സമയത്ത് ഇവര് തമ്മിലുള്ള സംസാരമാണ് ട്ടോ. ബാലേന്ദ്രന് ആഗ്രയിലുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ അന്ന് അവന്റെ മകളാണ് അലീന എന്നുള്ള കാര്യം പറഞ്ഞപ്പോ എന്റെ അടുത്ത് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് ഇങ്ങനെ പറയുവാണ് ട്ടോ. അതെങ്ങനെയാണ് ആഗ്രയിലെ കാര്യങ്ങള് ബാലേന്ദ്രൻ അറിഞ്ഞത് എന്നുള്ള കാര്യം രാജീവനും ചോദിക്കുന്നുണ്ടേ. അതൊന്നും അറിയില്ല. പക്ഷേ മൊത്തത്തിൽ എനിക്ക് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോ മനുവും പറഞ്ഞല്ലോ, അവൻ എങ്ങനെയാണ് വൈജയുടെ ഫ്ലാഷ് ബാക്കിനെ കുറിച്ച് അറിയുന്നത്? അപ്പോ ബാലേന്ദ്രൻ എല്ലാ സത്യങ്ങളും അറിഞ്ഞതിന് ശേഷം കളിക്കുന്ന കളിയാണോ ഇത് എന്നുള്ളൊരു സംശയം ഉണ്ടെന്നുള്ള കാര്യം ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ട്ടോ ശിവേട്ടൻ. അതിൽ നിന്ന് ഇവർക്കാണെന്നുണ്ടെങ്കിൽ ബാലേന്ദ്രന്റെ അടുത്ത് പോയിട്ട് നീ ഒറ്റൊരുത്തൻ കാരനാണ് വൈജയ്ക്ക് ഇങ്ങനെ സംഭവിച്ചതെന്നൊന്നും പറയാനോ അവന്റെ അടുത്തേക്ക് പോകാനുള്ള ഒരു ധൈര്യം വരുന്നില്ല ട്ടോ. കാരണം വൈജയന്തിന്റെ ഫ്ലാഷ് ബാക്ക് ബാലേന്ദ്രൻ അറിഞ്ഞു എന്നുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഇവരുടെ അടിത്തറ തോണ്ടുന്നതിന് തുല്യമാണല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തിയിട്ട് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ബാലേന്ദ്രനെ കുറ്റപ്പെടുത്തി സംസാരിക്കാനോ ഉള്ള ധൈര്യം വരാത്ത അവസ്ഥയിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അത് മാത്രമല്ല, വൈജയ്ക്ക് ആക്സിഡന്റ് പറ്റി എന്നുള്ള കാര്യം അറിഞ്ഞ ഉടനെ തന്നെ ഗംഗാധര മേനോനും എത്തുന്നുണ്ട്. ഇനിയാണ് സംഭവ ബഹുലമായിട്ടുള്ള നിമിഷങ്ങൾ കേട്ടോ. വൈജയ്ക്ക് ഇങ്ങനെ സംഭവിക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മുടെ ഗംഗാധരൻ ചോദിക്കുമ്പോൾ അവിടെ വേലക്കാരിയായിട്ട് അലീന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവള് ബാലേന്ദ്രന്റെ മകളാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് വൈജ സമനില തെറ്റി ബാലേന്ദ്രനുമായിട്ട് അടിയുണ്ടാക്കിയിട്ട് അവിടുന്ന് കാർ എടുത്ത് പോന്നിട്ട് ആക്സിഡന്റ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗംഗാധരന്റെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ എന്ത് മണ്ടത്തരങ്ങളാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിനാണ് വൈജയുടെ അടുത്ത് ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് കേട്ടോ. പിന്നെ അല്ലാതെ ഏട്ടാ, ഇങ്ങനൊരു സംഭവം അറിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണ് പറയാതിരിക്കുക? അയാളുടെ അവിഹിത സന്തതിയെ നമ്മുടെ പെങ്ങള് അവിടെ വെച്ച് പൊറിപ്പിക്കണമെന്നാണോ ഏട്ടൻ ഈ പറയുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആരുടെ അവിഹിത സന്തതിയെ കുറിച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്? നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് അറിയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഗംഗാധരൻ ഭയങ്കരമായിട്ട് ചൂടാവുകയാണ് കേട്ടോ. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു വാക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. ഏട്ടനെ ഞങ്ങൾ പലതവണ വിളിച്ചതാണ്, പക്ഷേ ഏട്ടനെ ഫോണിൽ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് ചാടി പുറപ്പെട്ട് ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ ആ ബാലേന്ദ്രനെ. അവൻ ചെയ്തതിന്റെ അല്ല, നമ്മുടെ പെങ്ങള് ചെയ്തതിന്റെ ഫലമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ അവൾ അനുഭവിച്ചിട്ട് ഈ മരണക്കടക്കയിൽ കിടക്കുന്നതിന് തുല്യമായിട്ട് കിടക്കുന്നത്. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ വൈജയുടെ ഫുള്ള് ചരിത്രവും അറിഞ്ഞിട്ട് തന്നെയാണ് ഈ കളിയെല്ലാം കളിക്കുന്നത്. അത് മാത്രമല്ല, ബാലേന്ദ്രന്റെ മകളല്ല വൈജയുടെ മകളാണ് അലീന എന്നുള്ള സത്യം മുഖത്തടിച്ചതുപോലെ അങ്ങ് പറയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ നിൽക്കുവാണ് കേട്ടോ രാജീവനും അതുപോലെ തന്നെ ശിവനും. സ്വന്തം പെങ്ങളെ കൊണ്ടുപോയിട്ട് കുരുക്കിൽ ചാടിച്ചത് താൻ തന്നെയാണെന്നുള്ള സത്യം രാജീവനും അതുപോലെ തന്നെ ശിവനും തിരിച്ചറിയാണ് കേട്ടോ.